നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ, വിദ്യയും നമ്മുടെ ഗ്രഹനിലകളും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ആചാര്യന്മാർ പലതരത്തിലുള്ള ഗ്രഹനിലകൾ നമുക്ക് സൂചന തരുന്നു. നമുക്ക് എന്ത് തരത്തിലുള്ള വിദ്യയാണ് നല്ലത്? വിദ്യ അതിൻ്റെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജോലി, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ, ഇതൊക്കെയാണ്. അതിന് അനുയോജ്യമായ ഗ്രഹനിലകൾ നമുക്ക് നമ്മുടെ ഹോറോസ്കോപ്പ് ജാതകത്തിൽ കാണാൻ കഴിയും. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിദ്യ അതെന്താണ് സൂക്ഷ്മമായിട്ട് നമ്മളതിനെപ്പറ്റി അവലോകനം ചെയ്താൽ ഒരു ഒറ്റവാക്കിൽ ഉത്തരം അതിനില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ അത് ആദ്യം തുടങ്ങുന്നത് കുട്ടിക്കാലത്ത് രക്ഷിതാക്കന്മാരിൽ കൂടി കിട്ടുന്ന കുറേ നോളജാണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കാലം മുമ്പ്. പിന്നീടാണ് ഈ ഗുരുകുല സമ്പ്രദായങ്ങളും ഒരു ഗുരുവിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്ന സ്വഭാവങ്ങളും വന്നത്. അത് ഡിസിപ്ലിനായിരുന്നു. അത് ആ ഒരു വിദ്യ നമ്മുടെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആത്മജ്ഞാനം എന്നിട്ട് മോക്ഷം, ഇതായിരുന്നു ആദ്യകാല വിദ്യയുടെ പ്രധാന ഉദ്ദേശം. അതാണ് വിദ്യ. അതിന് എതിരായിട്ടുള്ള മറ്റൊരു ഘടകമുണ്ട്, അവിദ്യ. വിദ്യയുടെ ഗോഡസ് അത് സരസ്വതിയാണ്. അവിദ്യയുടേത് ദേവി, മായാദേവി. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. മായാകൽപ്പിതം ലോകം എന്നാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പ് മായ, ഇല്യൂഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് നമുക്ക് വിദ്യയുടെ ഒരു പൂർണ്ണ രൂപം ഉണ്ടാവുന്നത്. ഒന്ന് സാൽവേഷനുള്ള വഴിയാണ്, മറ്റൊന്ന് ജീവിതത്തിൽ ജീവിക്കുന്നതിൻ്റെ വഴികളാണ്. രണ്ടും പ്രധാനമാണ്. ഒന്നിനെയും നമുക്ക് താഴ്ത്തി കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ വിദ്യ നമുക്കറിയാലോ എന്താണ് വിദ്യ. പല മഹാന്മാരും പലതരത്തിൽ അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം. പക്ഷേ വിദ്യ എന്നുള്ളത് നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരുന്ന സാഹചര്യങ്ങളെ ആത്മസംയമനത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്നതാണ് വിദ്യ. സ്നേഹമാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ്. മറ്റുള്ളവരോട് കാണിക്കുന്ന ആർദ്രതയാണ് വിദ്യ. അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഒരു വിദ്യയെ പറ്റിയിട്ട് സംസാരിക്കേണ്ടത്. ഇന്ന് കാലം മാറി. നമുക്ക് ഈ ജീവിതത്തിൻ്റെ മോക്ഷ വഴികളല്ല കൂടുതലായിട്ടുള്ളത്. നമുക്ക് പ്രായോഗികമായിട്ടുള്ള വഴികളാണ് ഇന്ന് വിദ്യ എന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിക്കണം, അതിന് പഠിക്കണം. പഠിക്കുന്നത് എന്തിന്? അത് ഓരോ സെക്ഷനായി, പഠനം തന്നെ പല പല സെക്ഷനായിട്ട് നമ്മൾ എൻജിനീയേഴ്സ് ആകണം, ഡോക്ടേഴ്സ് ആകണം, ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാരാകണം, അങ്ങനെ പല പല വഴികളും, സയൻറ്റിസ്റ്റുകളാകണം. അപ്പോൾ അത്തരത്തിലുള്ള വഴികൾ തേടി പോകുന്ന ഒരു വിദ്യാ സമ്പ്രദായമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വിദ്യയെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹസ്ഥാനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ പല പല മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും. പണ്ട്
വിദ്യയുടെ പ്രധാനപ്പെട്ട കാരകത്വം പറയുക വ്യാഴത്തിനെ കൊണ്ടാണ്. ബൃഹസ്പതി ദേവഗുരു. ശരിയാണ്, ഇന്നും വ്യാഴത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ പുതിയ ഒരു ഗ്രഹം കൂടി വിദ്യയെപ്പറ്റി പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതാണ് രാഹുകേതുക്കൾ. ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം ഇന്ന് നമ്മുടെ എല്ലാ തരത്തിലുള്ള വിദ്യകളിലും അടങ്ങിയിട്ടുണ്ട്. അത് കാലത്തിൻ്റെ മാറ്റങ്ങളാണ്. കാരണം അന്ന് നമുക്ക് കാണുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം പഠിക്കുക, ഗവേഷണ സ്വഭാവങ്ങൾ കുറവായിരുന്നു. ഇന്നതല്ല, ഇന്ന് ഗവേഷണമാണ് പ്രാധാന്യം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് IT മേഖലയ്ക്ക് അപ്പുറമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അതൊക്കെ ജൂപ്പിറ്ററിനെ പോലെ അല്ലെങ്കിൽ ജൂപ്പിറ്ററിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രാഹുവാണ്. അപ്പോൾ കാലത്തിനനുസരിച്ചും നമ്മുടെ വിദ്യാ സമ്പ്രദായത്തെ നമ്മൾ മാറ്റി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ വിദ്യയെപ്പറ്റി എന്താണ് സൂചിപ്പിച്ചു വരുന്നത് ജാതകത്തിൽ കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. വിദ്യയുടെ കാര്യത്തിൽ പറയുമ്പോൾ 2-ാം ഭാവം, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 9, ഈ 4 ഭാവങ്ങളെ കുറിച്ചാണ് വിദ്യയുടെ നമുക്കുള്ള സാധ്യതകളെ പറ്റി സൂചന നമുക്ക് കിട്ടുന്നത്. 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യകാല വിദ്യയാണത്. അത് അവിടെ ബൃഹസ്പതിക്ക് തന്നെയാണ് സ്ഥാനം. നമ്മുടെ രക്ഷിതാക്കന്മാരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ, ഈവൻ നമ്മുടെ സംസാര ശേഷികൾ, ഇതെല്ലാം നമുക്ക് വരുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. അത് കഴിഞ്ഞ് 4-ാം ഭാവത്തിലെത്തുമ്പോൾ ഒരു വിദ്യ സന്തോഷത്തിൻ്റെ ഒരു വിദ്യയാണത്. സന്തോഷിച്ചുകൊണ്ട് ലാളനങ്ങൾ ഏറ്റുകൊണ്ടുള്ള ഒരു വിദ്യയുടെ കാലഘട്ടമാണത്. അത് അണ്ടർ ഗ്രാജുവേറ്റ്സ് അതുവരെയല്ലേ വരുക. ഗ്രാജുവേറ്റ്സ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഗ്രേഡ് മാറുന്നു. 5-ാം ഭാവത്തിലെത്തുമ്പോൾ നമ്മുടെ വിദ്യകളുടെ ചില പ്രായോഗിക വശങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. അല്ലെങ്കിൽ വിദ്യയിൽ കൂടി പല നൂതനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് 5-ാം ഭാവം. അത് വളരെ നമ്മുടെ ബുദ്ധിയുടെ ഭാവമാണത്. അത് കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് 9-ആണ്. അത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനാണ്. വ്യാഴം തന്നെയാണ് അതിൻ്റെയും കാരകത്വം. അത് നമ്മുടെ വിദേശത്തുള്ള യാത്രയും വിദേശത്തുള്ള പഠനം എന്ന് വെച്ചാൽ ഹൈ ലെവലായിട്ടുള്ള എഡ്യൂക്കേഷനാണ്. റിസർച്ച്, നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കഴിവ്, അല്ലെങ്കിൽ വലിയ സംസാരശേഷി, വലിയ പ്രാസംഗികന്മാരാകൽ, ഇങ്ങനെയുള്ള വലിയ മേഖലകളിൽ എത്തുന്നത് 9-ാം ഭാവം കൊണ്ടാണ്. അതിൻ്റെ 9-ൻ്റെ 9-ആണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ 5-ാം ഭാവം. ഇതൊക്കെ ലിങ്ക് ചെയ്യണം. അത് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ സാധ്യതകളെ പറ്റി പറയുക. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങൾ 2, 4, 5, 9 ഭാവങ്ങളുടെ ഗ്രഹങ്ങൾ നിൽക്കേണ്ടത് നല്ല ബലമുള്ള രാശികളിലായിരിക്കണം. വിദ്യാഭ്യാസത്തിന് അനുകൂലമായി നിൽക്കുന്ന രാശികൾ. ആ രാശികൾക്ക് മറ്റ് പാവഗ്രഹങ്ങളുടെ സ്വാധീനമൊന്നും ഉണ്ടാകരുത്. കൂടാതെ ഈ രാശികളുടെ അധിപന്മാർ, അതാണ് ഏറ്റവും പ്രധാനം. അവർ എവിടെ നിൽക്കുന്നു? ഇപ്പോൾ കർക്കിടകം രാശിയാണെങ്കിൽ രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ സ്ഥാനം എവിടെ? ഉച്ചത്തിലാണോ, നീചത്തിലാണോ, അല്ലെങ്കിൽ അത് സ്വക്ഷേത്രത്തിലാണോ? നല്ല ഗ്രഹങ്ങൾ
നല്ല ഗ്രഹങ്ങളുടെ വീക്ഷണങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഒപ്പം തന്നെ ഈ ലഗ്നവുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ഫണ്ടമെൻ്റൽ ബേസ് അത് ലഗ്നമാണ്. ലഗ്നം പവർഫുൾ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ പവർഫുൾ ആയാലും പ്രയോജനം കിട്ടില്ല. എപ്പോഴും ലഗ്നത്തിന് നമ്മൾ ബലപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റ് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളെയും ബലപ്പെടുത്തണം. അങ്ങനെയുള്ള പഠനത്തിൽ കൂടിയാണ് നമ്മളെ വിദ്യയെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴവും ശുക്രനും ഒന്നിച്ച് നിൽക്കുന്നതാണെങ്കിൽ അതൊരു വലിയ യോഗമാണ്. അത് വിദ്യ കൊണ്ടും നമുക്കുള്ള കഴിവ് കൊണ്ടും ഉപദേശങ്ങൾ കൊടുക്കാനുള്ള യോഗമാണത്. രണ്ട് ഗുരുക്കന്മാരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു യോഗമാണ്. അതുപോലെ തന്നെ നല്ല സ്ഥാനങ്ങൾ, കേന്ദ്രത്തിലും ത്രികോണ സ്ഥാനങ്ങളിലും ബലവാന്മാരായിട്ടുള്ള വ്യാഴം, ശുക്രൻ, ബുധൻ എന്നിവരൊക്കെ നിന്നാൽ നല്ല വിദ്യായോഗങ്ങളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം ഭാവം ബലമാണെങ്കിൽ വളരെ നല്ല സാധ്യതകളാണ് പറയുക. ഇങ്ങനെ പല തരത്തിലുള്ള ഗ്രഹനിലകൾ കൊണ്ടാണ് വിദ്യയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഈ യോഗങ്ങളുണ്ട്. എൻജിനീയറിംഗ് ഫീൽഡാണ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് മാഴ്സ്, കുജന്റെ ബലം, ശനിയുടെ ബലം, സൂര്യൻ്റെ ബലം, ഇതൊക്കെ നോക്കിയിട്ടാണ് എൻജിനീയറിങ്ങിന് നമ്മൾ നോക്കേണ്ടത്. അതുകൂടെ എല്ലാറ്റിലും രാഹുവിൻ്റെ സ്ഥാനം കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാഹു ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യം ഈ വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ വ്യാഴത്തിനെ മാത്രമായാണ് ചിന്തിച്ചിരുന്നത്. പിന്നെ കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വ്യാഴം മാത്രം മതിയാകുന്നില്ല. കാരണം ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. മാത്തമാറ്റിക്സും മറ്റു കാര്യങ്ങളും വളരെ സജീവമാകുന്നു. അപ്പോൾ വിദ്യയുടെ കാലഘട്ടത്തിൽ പ്രായോഗികമായ കാര്യങ്ങളിൽ ബുധനാണ് വ്യാഴത്തിനേക്കാൾ മുന്നിലെത്തുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ എല്ലാറ്റിനും രാഹുവിൻ്റെ ഒരു സ്വാധീനം പറയാതിരിക്കാൻ വയ്യ. ഇനി നമ്മൾ മെഡിക്കൽ ഫീൽഡിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ സൂര്യനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും ചിന്തിക്കണം, വ്യാഴത്തിനെ കുറിച്ച് ചിന്തിക്കണം, കുജനെ പറ്റിയും ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു വലിയ പട്ടാള അങ്ങനെയുള്ള ഫീൽഡുകൾ ആണെങ്കിൽ കുജനെ പറ്റി ശ്രദ്ധിക്കണം, സൂര്യനെ പറ്റിയും ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ കോമ്പിനേഷനും ഉണ്ട്. ഇപ്പോൾ പല പല കോമ്പിനേഷൻസും വന്നുകൊണ്ട് ഇരിക്കുകയാണ്. പുതിയ മേഖലകൾ വരുന്നതിനോടൊപ്പം തന്നെ ജാതകത്തിലുള്ള ഗ്രഹനിലകളും മാറി മാറി സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് നമ്മളെ ഈ മാറ്റങ്ങൾ വരുന്നത്, എങ്ങനെയാണ് അത് ജാതകത്തിൽ വരുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളെ പഠനത്തിന് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ആണ് വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാലും കുറച്ച് നമ്മളെ വിശ്വാസങ്ങൾ, ഈ യോഗ പ്രാക്ടീസ് ചെയ്യൽ, അല്ലെങ്കിൽ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തൽ, ഇതൊക്കെ ഒരു വിദ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിദ്യ നമുക്ക് അനുകൂലമായി വരാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ഒരു ഉറങ്ങിക്കെടുക്കുന്ന എനർജിയെ യോഗ പ്രാക്ടീസ് കൊണ്ട് ഉണർത്തിയെടുക്കുന്നതാണത്. അതെന്തായാലും അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സയൻറ്റിഫിക്കലി തന്നെ അത് ഓൾമോസ്റ്റ് പ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാക്ടീസൊക്കെ ചെയ്യണം നമ്മൾ വിദ്യയുടെ കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ. കൂടാതെ ഈ വിദ്യാർത്ഥികളൊക്കെ അല്ലെങ്കിൽ വലിയ
വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ദക്ഷിണാമൂർത്തി, ശിവന്റെ ഒരു ഉഗ്രരൂപമാണത്. ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക, അത്തരം അങ്ങനെയുള്ള ടെമ്പിൾസിൽ പോവുക. വളരെ ധാരാളം ടെമ്പിൾസ് ഈ തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ട്. ഈ എടപ്പാളിൽ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു നന്നായി ഒരു ഡയറക്ഷൻ കിട്ടും നമുക്ക്. അങ്ങനെ ഡയറക്ഷൻ കിട്ടണം ഈ കാലത്ത്. കാരണം ഒരുപാട് വിപുലമായിട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. ബ്രെയിനിൻ്റെ കാര്യമാണിത്. അപ്പോൾ ബ്രെയിൻ നമുക്ക് ഇപ്പോൾ പണ്ടൊരു വിശ്വാസമുണ്ടായിരുന്നു, നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ 10% വരെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി ഉപയോഗിക്കാതെ കിടക്കുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അത് ശരിയല്ല. കാരണം ബ്രെയിൻ ടോട്ടലി അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും ഏതൊരാൾക്കും അത് പൂർണ്ണമായിട്ട് അതിൻ്റെ കഴിവുകൾ ഉപയോഗിക്കുന്നില്ല. ഒരുപാട് കഴിവുകൾ ഈ നമ്മുടെ ബുദ്ധിക്കുണ്ട്. അതിനെ നമ്മൾ ഉയർത്തണം, അതിന് കൂടുതൽ എനർജൈസ് ചെയ്യണം. അതിനാണ് ഞാൻ പറഞ്ഞ ഇത്തരം പ്രാക്ടീസുകളൊക്കെ ചെയ്യേണ്ടത്. കൂടുതലായിട്ട് പറയുന്നില്ല, ബാക്കി പിന്നെ ഒരവസരത്തിൽ പറയാം.